വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ 13ാമത്തെ ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്ഥിതി വിവര കണക്ക്. അതിൻ്റെ 2ാമത്തെ പാർട്ടാവും നിങ്ങൾ ഇതിനകത്തിൽ തന്നിരിക്കുന്നത്. ഒരു പാർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനകത്തിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഫ്രീക്വൻസി, കേട്ടോ, ആവൃത്തി. ഫ്രീക്വൻസിയുടെ മലയാളം ആവൃത്തി എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാണ്ട് ഇങ്ങനെ ഒരു നമ്മുടെ സ്കോറ്, ടാലി മാർക്ക്, കുട്ടികളുടെ എണ്ണം, ഇവിടെ ഇങ്ങനെ മാറ്റം വരും. നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇവിടെ ഇങ്ങനെ മാറ്റം വരും, കേട്ടോ. ഇതിനകത്തിൽ ഇങ്ങനെയാണെന്ന് വിചാരിച്ച് അടുത്ത ക്വസ്റ്റ്യനിൽ അങ്ങനെ ആണോന്നില്ല. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്കതറിയാം. സ്കോറ് ഇങ്ങനെ എഴുതിയിട്ട് ഇപ്പം പട്ടികയിൽ 2 എന്ന് പറയുന്നത് 1 തവണ, 3 എന്ന് പറയുന്നത് 2 തവണ, 7 എന്ന് പറയുന്നത് 11 തവണ, 5 എന്ന് പറയുന്നത് 4 തവണ, ഇങ്ങനെ നമ്മൾ എഴുതുന്നതിനെയാണ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി എന്ന് പറയുന്നത്, കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ എഴുതുന്ന നമ്മുടെ ഈ സ്ഥിതി വിവര കണക്കുണ്ടല്ലോ, ഇത് ആദ്യമായിട്ട്, അത് ഞാൻ ഫസ്റ്റ് പാർട്ടി പറഞ്ഞതാണ് കേട്ടോ, ആദ്യമായിട്ട് സംഖ്യകളായിട്ട് അവതരിപ്പിക്കുന്ന വിവരങ്ങളുടെ പഠനമാണ് ഈ സ്ഥിതിവിവര കണക്കെന്ന് പറയുന്നത്. പിന്നെ 17ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ജോൺ ഗ്രാൻഡ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത്, കേട്ടോ. ജോൺ ഗ്രാൻഡ്, എൻ്റെ കൂടെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനാ പറയുന്നതല്ലേ, നമ്മുടെ ഫ്രീക്വൻസി ടേബിളിൻ്റെ ഫസ്റ്റ് പേജിനകത്തിൽ ഇങ്ങനൊരു ഇത് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ. ഹൗ മെനി ചിൽഡ്രൻസ് ഹാവ് ഓ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്, ഓ നെഗറ്റീവ് രക്തഗ്രൂപ്പിലുള്ള എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ 8ാം ക്ലാസ് ആയപ്പോൾ നമ്മളിങ്ങനെ എത്ര ഉണ്ട് അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോവാ, അതിൽ നിന്ന് ഇങ്ങനെ എഴുതുക, അങ്ങനെ എഴുതുന്നല്ല. നമ്മൾ അതിനൊരു ടാലി മാർക്ക് വരച്ചിട്ടാണ് എഴുതേണ്ടത്, കേട്ടോ. ടാലി മാർക്ക് വരയ്ക്കാൻ നമ്മൾ പറഞ്ഞതാണ്. ടാലി മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 8 എന്ന് പറഞ്ഞാൽ 8 എന്ന് പറയുന്ന നമ്പർ, 8 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ ടാലി മാർക്കിൽ എങ്ങനെ എഴുതും എന്നൊന്ന് പഠിച്ചേക്കണേ കുഞ്ഞുങ്ങളെ. 1 2 3 4 5 എന്ന് എഴുതുന്നുണ്ട് ഇങ്ങനെ, കേട്ടോ. 5 കണ്ടോ, 5, ഇതിനെ 5 ഇനി 8 ചോദിച്ചുകൊണ്ട് 5 6 7 8 കണ്ടോ, ഇങ്ങനെ എഴുതുന്നതിനെയാണ് ടാലി മാർക്ക് എന്ന് പറയുന്നത്, കേട്ടോ. ഇനി നമ്മുടെ അടുത്ത് 13 എന്നാ ചോദിച്ചെങ്കിലോ, 1 2 3 4 5 6 7 8 9 10. അപ്പോൾ എത്ര, 5. ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ അർത്ഥം 5, ഇത് ഒരെണ്ണോടായപ്പോൾ 10, പിന്നെ 1 2 3, മൊത്തം 13 എണ്ണം, കണ്ടോ. ഇനി അങ്ങനെ നമ്മൾ കുറേ കണക്കുകൾ ചെയ്തിട്ടുണ്ട്. സ്കോർ താണ്ട് ഒന്നാമത്തെ ഈ കണക്കുണ്ടോ, ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. അഥവാ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ആ പാർട്ട് 1 എടുത്ത് കാണണേ നിങ്ങൾ, കേട്ടോ. അതായത് ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ പരീക്ഷയ്ക്ക് ലഭിച്ച സ്കോറാണ് ഇവിടെ തന്നിരിക്കുന്നത്. കൂടുതൽ കുട്ടികൾക്ക് ലഭിച്ച സ്കോർ ഏതാണ്, വാട്ട് ഈസ് ദ സ്കോർ? 7 ആണ്. ഹൗ മെനി ചിൽഡ്രൻസ് 8 ഓർ മോർ, 8ഉം 8ൽ കൂടുതലുള്ളത് 16 എണ്ണമാണ്. എത്ര കുട്ടികൾ 8ൽ കുറവ് സ്കോർ നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അതെല്ലാം വിശദമായിട്ടാണ് ഇതുപോലെ വരച്ച് നമ്മളെല്ലാം പറഞ്ഞതാണ്, കേട്ടോ. എല്ലാം അതൊന്ന് കാണണേ, അത് കണ്ടിട്ടേ ഇത് കാണാവൂ, പാർട്ട് 2 കാണാവൂ, അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല ഇത് എങ്ങനെയൊക്കെയാണ് കിട്ടുന്നതെന്ന്, കേട്ടോ. ഇത് ഞാൻ ചെയ്തിട്ടത്, ഇതിങ്ങനെ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് എന്തുവാന്ന് മനസ്സിലാവത്തില്ല. ഇത് മലയാളവും ഇംഗ്ലീഷും എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി എഴുതാൻ വേണ്ടിയാണ് ഞാനിത് എഴുതിയത്. അതിൻ്റെ ടാലി മാർക്ക് വരച്ചിട്ട് വേണം അതിൻ്റെ ആൻസർ എഴുതാൻ, കേട്ടോ. അപ്പം നമ്മളിനി ഇപ്പം ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 204 2ാമത്തെ ചോദ്യമാണ്. ചോദ്യം എല്ലാം ഞാൻ മലയാളവും ഇംഗ്ലീഷും എഴുതിയിട്ടിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, ഈ ഇംഗ്ലീഷ് ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം നല്ലപോലെ എല്ലാം അത് തന്നെ അർത്ഥം മനസ്സിലാക്കി വേണം ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ പേജ് നമ്പർ 204 2ാമത്തെ ചോദ്യമാണ്. there are 44 children in class 8B. The list shows how far they come from in a kilometer. 8B ക്ലാസ്സിൽ 44 കുട്ടികളുണ്ട്. 8B ക്ലാസ്സിൽ 44 കുട്ടികളുണ്ട്. ഓരോ കുട്ടിയും എത്ര കിലോമീറ്റർ അകലെ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് താഴെ തന്നിരിക്കുന്നത്. 8Bയിലെ ക്ലാസ്സിൽ മൊത്തം 44 കുട്ടികളുണ്ട്. ഓരോ കുട്ടിയും എത്ര കിലോമീറ്റർ അകലെ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് ചുവടെ കൊടുത്തിട്ടുണ്ട്. 8B ക്ലാസ്സിൽ 44 കുട്ടികളുണ്ട്. ഓരോ കുട്ടിയും എത്ര കിലോമീറ്റർ അകലെ നിന്നാണ് വരുന്നതെന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ തരുന്ന നമ്പറുകളിൽ ഏറ്റവും ചെറുത് ഏതാണ്, ഏറ്റവും വലുത് ഏതാണെന്ന് കുഞ്ഞുങ്ങളെ ആദ്യം അറിയേണ്ടത്, കേട്ടോ. ടാലിയും നമ്മൾ വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഒന്നാമത്തെ പാർട്ടി പറഞ്ഞതാണ്. ഇനി അത് പറയണോ? നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത് നോക്കി വേണം എഴുതാൻ. ഫസ്റ്റ് നോക്കിയ ഡിസ്റ്റൻസ്, രണ്ടാമത്തെ എപ്പോഴും ടാലി മാർക്കാണ്. ആ ടാലി മാർക്കിൻ്റെ
മാർക്കിൻ്റെ നമ്പർ ഓഫ് ചിൽഡ്രൻസ് ആണ് ഈ ടാലി മാർക്കായിട്ട് കാണിക്കുന്നത്. അതിൻ്റെ ഇത് 1 2 3 4 5 ഇങ്ങനെ ഇട്ട് എഴുതത്തില്ല, ഇതാ ടാലി മാർക്ക്, അതിൻ്റെ എണ്ണം കേട്ടോ, കുട്ടികളുടെ എണ്ണം. അപ്പോൾ ഡിസ്റ്റൻസ്, ടാലി മാർക്ക്, നമ്പർ ഓഫ് ചിൽഡ്രൻസ് കേട്ടല്ലോ. ഓരോ ബോക്സ് നോക്കണം, 3 എണ്ണമാണ്, എല്ലാത്തിലും 3 എണ്ണമാണ് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ ഇത് നമുക്ക് ടാലി മാർക്ക് എഴുതിയിട്ടാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഏറ്റവും ചെറുത് ഏതാണ്, ഏറ്റവും വലുത് ഏതാണെന്ന് നോക്കിക്കേ. ഏറ്റവും ചെറുത് 1 അല്ലേ, 1, അത് ചെറുത് 1. ഏറ്റവും വലുത് നോക്കി അതിനകത്തിൽ ഏതാണെന്ന് 14 തോന്നുന്നു അല്ലേ. ഏറ്റവും വലുത് 14. അപ്പോൾ നമുക്ക് എഴുതാം 1 മുതൽ 14 വരെ എഴുതാം. ക്വസ്റ്റ്യൻ കണ്ടല്ലോ, നമുക്ക് ആൻസർ എഴുതാം, ടാലി മാർക്ക് എഴുതാം. അപ്പോൾ ആദ്യമേ നമ്മൾ ഡിസ്റ്റൻസ് ആണ് എഴുതേണ്ടത്, അല്ലെ ദൂരം, കുട്ടികൾ എത്ര ദൂരത്ത് നിന്നാണ് വരുന്നത്. 1 കിലോമീറ്റർ ദൂരത്ത് നിന്ന് 1 മുതലാണ് വരുന്നത്. ഏറ്റവും ചെറുത് 1, അതിൽ നിന്ന് ഏറ്റവും വലുത് ഇവിടെ 14. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 12 13 14. ഏറ്റവും ആ തന്നിരിക്കുന്ന നമ്പറിനകത്തിലെ ഏറ്റവും ചെറുതാണ് ആദ്യം എഴുതേണ്ടത്, ഏറ്റവും വലുത് ലാസ്റ്റിൽ. ഓക്കെ ആണോ? ഇനി നോക്കൂ നിങ്ങൾ, ഇവിടെ ആദ്യം എത്ര 1 ഉണ്ടെന്ന് നോക്കിക്കേ. നമുക്ക് ഫസ്റ്റ് 1 2 3 അല്ലേ, മൊത്തം 3 എണ്ണം. അപ്പോൾ എങ്ങനെ എഴുതും? 1 നമ്പർ ഇട്ടിട്ട് 1 2 3 അല്ലേ, അത് 3 കണ്ടല്ലോ. അടുത്ത 2 അല്ലേ, 2 മൊത്തം എത്ര ഉണ്ടെന്ന് നോക്കിക്കേ. 1 2 3 4 അല്ലേ. ഇവിടെ ഒരെണ്ണമുണ്ട് 5 കേട്ടോ. 2 മൊത്തം 5 എണ്ണം. മൊത്തം 5 എന്ന് എഴുതുന്നത് ഇങ്ങനെ 1 2 3 4 5 5 എണ്ണം കേട്ടല്ലോ, 5 എണ്ണം. അടുത്ത 3 മൊത്തം എത്ര ഉണ്ടെന്ന് നോക്കിയേ. 3 1 2 3 4 എണ്ണം. 3 മൊത്തം 4 എണ്ണം. 1 2 3 4 4 എണ്ണം. 4 മൊത്തം എത്ര എണ്ണം ഉണ്ട്? 4 1 2 3 ഇതിലില്ല, 4 ഇതിലില്ല, 5 എണ്ണം. 4 മൊത്തം 5 എണ്ണം. 1 2 3 4 5 5 എണ്ണം. അടുത്ത 5 മൊത്തം എത്ര എണ്ണം ഉണ്ട്? 5 1 2 3 4 5 6 6 എണ്ണം കേട്ടോ. നിങ്ങൾ എണ്ണിക്കോണേ, 6 എണ്ണം. 1 2 3 4 5 6 6 എണ്ണം. അടുത്ത 6 മൊത്തം എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 എണ്ണം അല്ലേ. 6 മൊത്തം 6 എണ്ണം. 1 2 3 4 5 6 6 എണ്ണം. ഇനി 7 1 2 3 4 5 എണ്ണം. 7 മൊത്തം 5 എണ്ണം. 1 2 3 4 5 എണ്ണം. 5. അടുത്ത 8 ഇതിനകത്തിലില്ല. 1 ഒരെണ്ണേ ഉള്ളൂ അല്ലേ. 8 മൊത്തം ഒരെണ്ണം. അപ്പോൾ 1. ഇനി 9 മൊത്തം എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയേ. 9 1 2 3 4 9 4 എണ്ണമാണ്. ഇവിടെ ഒരെണ്ണം ഉണ്ടല്ലേ, 5 എണ്ണം. 9 മൊത്തം 5 എണ്ണം. 1 2 3 4 5 എണ്ണം. അപ്പോൾ 9 എത്ര ഉണ്ട് കുഞ്ഞുങ്ങളെ ഇവിടെ? 9 5 എണ്ണം അല്ലേ. ഇനി അടുത്ത് നമ്മൾ 10. അത് ഈ എടുക്കുന്നത് നിങ്ങൾ റൗണ്ട് ഇട്ട് പോകുന്നതിൻ്റെ പ്രത്യേകത കണ്ടോ. ഇപ്പോൾ 10 ഇതിനകത്ത് നോക്കിക്കേ, നമ്മൾ റൗണ്ട് ഇടാത്തോ നോക്കിയാൽ മതി. 10 ഉണ്ടോ? 10 എന്ന് പറയുന്നൊരു സാധനമേ ഇതിനകത്ത് ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് 10 0 കേട്ടോ. 10 കിലോമീറ്ററിൻ്റെ 10 കിലോമീറ്ററിൽ വരുന്ന ആരുമില്ല ഇവിടെ. 11 ഇവിടെ ഉണ്ട്, ഒരു 11 ഉണ്ട്. 11 ഒരാൾ 11 കിലോമീറ്റർ വരുന്നുണ്ട്. 11ൻ്റെ ഒരാൾ കേട്ടോ. 12 കിലോമീറ്റർ അത്രയും ദൂരത്ത് നിന്ന് വരുന്ന 1
12 ഇനിയും വല്ലതും ഉണ്ടോ നോക്കിയേ. നമ്മൾ ഈ റൗണ്ട് കൊടുക്കാത്ത ഉണ്ടോ നോക്കി. ആണ്ട് ഇവിടെ ഒരെണ്ണമുണ്ട്. 2 പേരുണ്ട് കേട്ടോ. 12ൻ്റെ 2. അടുത്ത 13. 13 ഇതിനകത്തിൽ വല്ലതും ഉണ്ടോ? 13 ആരുമില്ല. നോക്കിയേ, 13 0 ആണ്. 14 ഏറ്റവും ടോപ്പ് 14ൻ്റെ നമ്മൾ ഒരാളുണ്ടായിരുന്നില്ലേ, അതാ ഫസ്റ്റും ലാസ്റ്റും എഴുതിയത് അല്ലേ. 14 എന്ത് ചെയ്യായിരുന്നു? 14 ഇതിനകത്ത് നമ്മൾ ആദ്യമേ റൗണ്ട് കൊടുത്ത 14 ആയിരുന്നു. 14 ആണ്ട കുഞ്ഞുങ്ങളെ വരയ്ക്കാതെ തണ്ട കിടക്കുന്നത് അല്ലേ. റൗണ്ട് കൊടുക്കാതെ 14ൻ്റെ ഒരെണ്ണം അല്ലേ, 1. അപ്പോൾ ഇവിടെ 1. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, മൊത്തവും കൂടി ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ ഒരു വര കൊടുത്തിട്ട് ടോട്ടൽ അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും അങ്ങനെ കൊടുക്കണം കേട്ടോ. ടോട്ടൽ അല്ലെങ്കിൽ ആകെ, മലയാളംകാർക്ക് ആകെ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരുമെന്ന് കേട്ടോ. എല്ലാം കൂടെ കൂട്ടുമ്പോൾ 44 വരും കേട്ടോ. കൂട്ടി നോക്കണേ, ഇതെല്ലാം കൂടെ കൂട്ടും. കാരണം എന്താ, നമ്മുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താ, 8B ക്ലാസ്സിൽ 44 കുട്ടികളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടികളെ എല്ലാം കൂടെ ആണ് നമ്മൾ എന്താ എത്ര ദൂരത്ത്, നമ്മളൊക്കെ ഓരോ ദൂരത്തു നിന്നല്ലേ സ്കൂളിൽ ചെല്ലുന്നത്. അപ്പോൾ 1 കിലോമീറ്റർ ദൂരമുള്ളത് 3 കുട്ടികളുണ്ട്, 2 കിലോമീറ്റർ ദൂരമുള്ളത് 5 കുട്ടി, അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതാം? കൃത്യം 1 കിലോമീറ്റർ അകലത്തിൽ നിന്നും വരുന്ന എത്ര കുട്ടികളുണ്ട് കുഞ്ഞുങ്ങളെ? 1 കിലോമീറ്റർ അകലത്ത് നിന്നും വരുന്ന എത്ര കുട്ടികളുണ്ട്? 3 പേര് അല്ലേ. 1 കിലോമീറ്റർ ദൂരത്ത് നിന്നും വരുന്ന കുട്ടികൾ 3 പേര്. ഫസ്റ്റ് ചോദ്യത്തിന് 3 ആൻസർ. ഇനി രണ്ടാമത്തെ, 5 കിലോമീറ്റർ കൂടുതൽ ദൂരത്ത് നിന്ന് വരുന്ന എത്ര കുട്ടികളുണ്ട്? 5 കിലോമീറ്റർ അപ്പം നമ്മൾ എടുക്കണ്ട, 5 കിലോമീറ്ററിൽ നിന്നും അല്ലേ, അതിൽ നിന്നും അതിൽ കൂടുതലെന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളത് ഓർത്തോണം കേട്ടോ. നമ്മൾ എത്രയാണോ നമ്മളോട് ചോദിക്കുന്നത് അത് എടുക്കരുത്. 5 കിലോമീറ്ററിൽ കൂടുതൽ. അപ്പോൾ 5ൽ കൂടുതൽ എന്ന് പറയുന്നതിന് ഏതൊക്കെ വരും? നിങ്ങൾ ഓർത്തോണേ, അത് എടുക്കല്ലേ കേട്ടോ. ഈ 5 കിലോമീറ്ററിൽ കൂടുതൽ എന്നല്ലേ, അപ്പോൾ 5ൻ്റെ ആവശ്യമില്ല. അപ്പം നമുക്ക് എവിടെ 6, ഈ 6 മുതലാണ് എടുക്കേണ്ടത് കേട്ടോ. 5 കിലോമീറ്ററിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ ഏതാണ് നിങ്ങളെ ഓർത്തോണേ കേട്ടോ. 5 കിലോമീറ്ററിൽ കൂടുതൽ വെച്ചാൽ 6 മുതലാണെന്ന് ഓർത്തോണം കേട്ടോ. 6 കിലോമീറ്ററിൽ കൂടുതൽ ഇവിടെ ഇത്രയും വരും. എങ്ങനെ, അത് ചോദ്യം വായിച്ച് നോക്കണേ. 5 കിലോമീറ്ററിൽ കൂടുതൽ ദൂരത്ത് നിന്നും വരുന്ന എത്ര കുട്ടികളുണ്ട്? ഹൗ മെനി ആർ ഫ്രം മോർ ദാൻ 5 കിലോമീറ്റർ എന്നാണ് ചോദിച്ചത്. 5ൽ കൂടുതൽ, അപ്പോൾ 5 എടുക്കല്ലേ, 5ൽ കൂടുതലാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്ര മുതൽ വരും? അവിടെ 6ഉം 5ഉം 1ഉം 5ഉം 1ഉം 2ഉം 1ഉം കേട്ടോ. അപ്പോൾ എത്ര വരും? 6ഉം 5ഉം 11, 12, 17, 18, 20, 21 കേട്ടോ. ഇതെല്ലാം കൂടെ കൂട്ടി വേണം എഴുതാൻ. എന്താ ചോദ്യം മനസ്സിലാക്കണേ. 5ൽ കൂടുതലെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് 5 എടുക്കല്, 6 തൊട്ടേ എടുക്കാവൂ കേട്ടോ. 5ൽ കൂടുതലാണ് ചോദിച്ചത് കേട്ടോ. അതുകൊണ്ട് 6 കിലോമീറ്റർ ആണ്, ഈ 6 മുതൽ വേണം എടുക്കാൻ. 6 മുതൽ ഉള്ള കുട്ടികളുടെ എണ്ണം നോക്കി, ഇത് ഇത്രയും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 21 വരും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ രണ്ടാമത്തെ ആൻസർ 21 മനസ്സിലാക്കണേ. മൂന്നാമത്തെ ചോദ്യം, 5 കിലോമീറ്ററിനും 10 കിലോമീറ്ററും ഇടയിൽ നിന്നും എത്ര കുട്ടികളുണ്ട്? 5 കിലോമീറ്ററിൽ നിന്നും 10 കിലോമീറ്ററിനും ഇടയിലാണ് കേട്ടോ. 5നും 10നും ഇടയിലാണ് കേട്ടോ. അതോർത്തു. അപ്പോൾ നമ്മൾ എന്താ, 5 എടുക്കരുത്, 10ഉം എടുക്കരുത് കേട്ടോ. 5നും 10നും ഇടയിൽ, നമ്മുടെ ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഈ 5ന് 10നും ഇടയിൽ ഏതൊക്കെയാ? 6, 7, 8, 9 ഉള്ളേ കേട്ടോ. 5നും 10നും ഇടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6, 7, 8, 9. അപ്പോൾ അവിടെ നിന്ന് എത്ര പേര് വരുന്നു എന്നാണ്. അവിടെ നോക്കിയേ, 6ന് ഇത് ഇത്രയും എത്ര? 5, 10, 16, 1, 17. എത്ര? 17. ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ചു നോക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. നമ്മളോട് ചോദിച്ചാൽ 5നും 10നും ഇടയിൽ, അപ്പോൾ 5ഉം വേണ്ട 10ഉം വേണ്ട, അതിനിടയിലുള്ള 6, 7, 8, 9 മതി. അത് കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരും? 17. അപ്പോൾ മൂന്നാമത്തെ ആൻസർ 17 കേട്ടോ. അടുത്തത്, 10 കിലോമീറ്റർ കൂടുതൽ അകലെ നിന്നും വരുന്ന എത്ര കുട്ടികളുണ്ട്? 10 കിലോമീറ്ററിൽ കൂടുതൽ, 10 കിലോമീറ്റർ താണ്ടിത്, ആ 10 കിലോമീറ്ററിൽ കൂടുതൽ വരുന്ന ഇതിനകത്തിൽ എത്ര പേരുണ്ടോ നോക്കിയേ. 10ൽ കൂടുതൽ വരുന്ന ഇവിടെ എത്ര പേരുണ്ട് നോക്കിയേ. 10 കഴിഞ്ഞ് 11, 12, 13, 14. 10ൽ വേണ്ട, 10ൽ കൂടുതലാണ്. അപ്പോൾ 11, 12, 13, 14 എത്ര കുട്ടികളുണ്ട്? 1, 3, 4 പേര് അല്ലേ. മനസ്സിലായോ എങ്ങനെയാ വന്നതെന്ന്? ചോദ്യം അതാ ഞാൻ പറഞ്ഞത്, വായിച്ച് നല്ലപോലെ നോക്കണം. 4 പേര്. ഇതാവും നിങ്ങളെ ഇതിൻ്റെ ആൻസർ കേട്ടോ.
മനസ്സിലായോ? നമ്മുടെ മലയാളം ഇംഗ്ലീഷും കൂടി എഴുതിക്കൊണ്ടാണ് ഇത് ഒരുപാടായിട്ട് തോന്നുന്നത്. അവനവൻ്റെ എഴുതി എടുക്കും കുഞ്ഞുങ്ങൾ കേട്ടോ. നിങ്ങൾ ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങളാണ്ട് ഇങ്ങനെ സൂം ചെയ്തിട്ട് എടുക്കണം. ഞാനിത് മൊത്തവും കൂടെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിച്ചത് കേട്ടോ. ആൻസർ കണ്ടോ? ഇത് എങ്ങനെയൊക്കെയാണ് വന്നതെന്ന് മനസ്സിലാക്കണേ. ഞാനത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓരോന്ന് നമ്മളുടെ ഇപ്പം നമ്മളോട് ചോദിക്കും കുഞ്ഞുങ്ങളെ, ഇപ്പം 8നും 12നും ഇടയിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ 8ഉം 12ഉം വേണ്ട, 9, 10, 11 ഈ 3 എണ്ണം മതി. മനസ്സിലായോ? 8ഉം 12ഉം അപ്പം നമുക്ക് എടുക്കണ്ട, 9, 10, 11 എടുത്താൽ മതി എന്ന് പറയുന്ന പോലെയാണ് ഇതിനകത്തിൽ കേട്ടോ. ബിറ്റ്വീൻ ഇടയിൽ നിന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. മനസ്സിലായോ ഇത് എങ്ങനെയൊക്കെയാന്ന്? ഓക്കെ, അടുത്ത ചോദ്യം. അതിൻ്റെ ഒരെണ്ണോടുണ്ട്, അതുകൂടെ നമുക്കങ്ങ് നോക്കാം. ഒരു ക്ലാസ് പരീക്ഷയിൽ 35 കുട്ടികൾക്ക് ലഭിച്ച സ്കോറാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒരു ക്ലാസ് പരീക്ഷ ഇട്ടു അല്ലേ, അതിനകത്ത് മൊത്തം 35 കുട്ടികളുണ്ട്. അപ്പം 35 കുട്ടികളുണ്ടെന്ന് നമ്മളോട് പറയുന്നുണ്ട്. ആ കുട്ടികളുടെ മാർക്ക് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചോദ്യവും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? ടാലി മാർക്ക് വരയ്ക്കണം. ടാലി മാർക്ക് വരയ്ക്കണമെങ്കിൽ എന്ത് വേണം? ഇതിനകത്തിൽ ഏറ്റവും ചെറുത് തൊട്ട് ഏറ്റവും വലുത് വരെ എഴുതണം. ഏറ്റവും ചെറുത് ഏതാണ് ഇതിനകത്ത് ഏറ്റവും ചെറുത് ഏതാവും? നിങ്ങൾ എല്ലാം 2 അക്ക സംഖ്യ അല്ലേ. അപ്പോൾ ഏറ്റവും ചെറുത് നോക്കിയേ, 10 ഇവിടുത്തെ ഏറ്റവും ചെറുത് കേട്ടോ. 10. ഇതിനകത്തിൽ ഏറ്റവും വലുത് എത്ര? 20 കേട്ടോ. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 20. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 10 മുതൽ 20 വരെ എഴുതണം കേട്ടോ. സ്കോർ എഴുതുമ്പോൾ എങ്ങനെയാ? 10 മുതൽ 20 വരെ എഴുതണം. അപ്പം 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20 കണ്ടോ. 20 വരെ. ഇടയ്ക്കൊന്ന് സ്ട്രക്കായിപ്പോയി നിങ്ങൾ നമ്മുടെ ചാനൽ നോക്കണേ, എടുത്തുകൊണ്ടിരുന്നത്. അപ്പം 10 നമ്മുടെ ഏറ്റവും ചെറുത് 10. 10 മൊത്തം എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 2 എണ്ണം ഉണ്ട്. നിങ്ങൾ എണ്ണി നോക്കണേ, 2 എണ്ണം ഉണ്ട്. 11 മൊത്തം എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 3 എണ്ണം ഉണ്ട്. 12 മൊത്തം 3 എണ്ണമാണ്. 14 മൊത്തം 13 മൊത്തം 4 എണ്ണമാണ് കേട്ടോ. 13 4 14 മൊത്തം എത്ര ഉണ്ടെന്ന് നോക്കിയേ. 14 ഇതിനകത്തിൽ 1, 2, 3, 4 എണ്ണം അല്ലേ. 14 മൊത്തം 4 എണ്ണം ഉണ്ട്. 1, 2, 3, 4 14 4 എണ്ണം. 15 മൊത്തം എത്ര ഉണ്ട് കുഞ്ഞുങ്ങളിവിടെ? 15 1, 2, 3, 4, 5, 6 എണ്ണം ഉണ്ടല്ലേ. 1, 2, 3, 4, 5 6 എണ്ണം അല്ലേ. 5 അപ്പോൾ ഒരെണ്ണം ഇവിടെ 6 എണ്ണം. പിന്നെ 16 എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കി. ഇതിനകത്ത് 1, 2, 3, 4 16 അല്ലേ. ഇവിടെ ഒരെണ്ണം ഉണ്ടല്ലേ. മൊത്തം 5 എണ്ണം കേട്ടോ. നിങ്ങളുടെ ബുക്കിൽ തന്നെ നോക്കണേ. ഇത് 1, 16 മൊത്തം 5 എണ്ണം കേട്ടോ. 5 എണ്ണം. ഇനി 17 1, 2, 3, 4 എണ്ണം. 17 മൊത്തം 4 എണ്ണം. 1, 2, 3, 4 17 4 എണ്ണം. 18 1, 2 18 ആകെ 2 എണ്ണം. 1, 2 18 2 എണ്ണം. 19 1 റൗണ്ട് ഇടാത്ത നോക്കിയാൽ മതി. ഒരെണ്ണേ ഉള്ളൂ കണ്ടോ. 19 ഒരെണ്ണം. ആ റൗണ്ട് കൊടുക്കുന്നത് കൊണ്ട് കണ്ടോ. ഇനി എത്ര? 20 നമ്മൾ ഓൾറെഡി ഉണ്ട്. 20 ഒരെണ്ണേ ഉള്ളൂ. 20ഉം ഒരെണ്ണം കണ്ടോ. ഈ റൗണ്ട് കൊടുക്കുമ്പോൾ അറിയാം. ഇനി റൗണ്ട് കൊടുക്കാത്ത ഏതുണ്ടെന്ന് അപ്പം നമുക്കറിയാം. അപ്പം നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും കേട്ടോ. മനസ്സിലായോ? ആ റൗണ്ട് കൊടുക്കുന്നതുകൊണ്ടുള്ള. അപ്പം നമ്മൾ അതിൻ്റെ മൊത്തം ടോട്ടൽ നമ്മൾ പറഞ്ഞു. ക്ലാസ്സിൽ മൊത്തം 35 കുട്ടികളാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ ടോട്ടൽ നിങ്ങളൊന്ന് കൂട്ടി നോക്കണം. അപ്പം കറക്റ്റ് അവിടെ 35 ഇത് എല്ലാം കൂടെ കൂട്ടുമ്പോൾ വരുന്നുണ്ടെങ്കിൽ കറക്റ്റ് 35 കിട്ടും കേട്ടോ. എന്ന് വെച്ചാൽ ടോട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ എത്രയെന്ന് കേട്ടോ. ആകെ കുട്ടികളുടെ എണ്ണം എത്ര? 35. നിങ്ങൾക്ക് ഇതുപോലെ തന്നെയാണോ കിട്ടുന്നത് നോക്കണം. ഈ ടാലി മാർക്ക് നോക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ടാലി മാർക്ക് എഴുതുന്നത് കറക്റ്റായിട്ടാണോ എന്ന് നോക്കണം. 21 കണ്ടോ. ഇങ്ങനെ തന്നെയാണോ? ഇനി ഇങ്ങനെ എഴുതിയിട്ട് നമ്മുടെ ചോദ്യം എഴുതാം. ഓക്കെ. ഹൗ മെനി ചിൽഡ്രൻസ് സ്കോർഡ് 20? ഹൗ മെനി 20 അല്ലേ. 20 സ്കോർ ലഭിച്ച 20 സ്കോർ ലഭിച്ച എത്ര കുട്ടികളുണ്ട്? 20 എത്ര എണ്ണം ഉണ്ട് കുഞ്ഞുങ്ങളെവിടെ? 20 ഒരാളേ ഉള്ളൂ അല്ലേ. 20ൻ്റെ 1. അപ്പം നമുക്ക് അതാ 1 അവിടുത്തെ ആൻസർ.
20 സ്കോർ ലഭിച്ച എത്ര കുട്ടികളാണ്? ഒരാളേ ഉള്ളൂ. 10നും 15നും ഇടയിൽ സ്കോർ ലഭിച്ച എത്ര കുട്ടികളുണ്ട്? ഞാൻ മുമ്പേ പറഞ്ഞു 10നും 15നും ഇടയിലാവുമ്പോൾ ഏതൊക്കെയാണ്? 10ഉം എടുക്കത്തില്ല, 15ഉം എടുക്കത്തില്ല, അതിന് ഇടയിൽ എന്ന് വെച്ചാൽ കേട്ടോ, അത് ഓർത്തോണേ. നിങ്ങൾ എപ്പോഴും ഈ കണക്ക് ചെയ്യുമ്പോൾ ഓർത്തോണം. 10നും 15നും ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ഉം 15ഉം എടുക്കത്തില്ല. 11, 12, 13, 14 അല്ലേ? അതിനിടയിലുള്ളത് ഏതൊക്കെയാണ്? അതിനിടയിലുള്ളത് എത്ര നിങ്ങൾ ഇവിടെ അല്ലേ? ഇവിടെ ഇത്രയും ഭാഗം അല്ലേ? 4, 4, 8, 8, 3, 11, 11, 3, 12, 13, 14 അല്ലേ? മൊത്തം 14. മനസ്സിലാക്കണേ, ഇടയിലാണേ, ബിറ്റ്വീൻ കേട്ടോ. എന്ന് വെച്ചാൽ 15നും 10നും ഇടയിൽ എത്ര കുട്ടികളുടെ എണ്ണമാണ് കേട്ടോ. സ്കോർ ലഭിച്ച കുട്ടികൾ എത്ര ഉണ്ട്? 14 വന്നത് ഓർത്തോണേ എങ്ങനെയാന്ന്. 10ഉം എടുക്കരുത്, 15ഉം എടുക്കരുത്, അതിൻ്റെ ഇടയിൽ. ഇനി 10ൽ കുറവ് സ്കോർ ലഭിച്ച എത്ര കുട്ടികളുണ്ട്? ഇതിനകത്ത് 10ൽ കുറവ് വല്ലതും ഉണ്ട്? നമ്മൾ 10 മുതലേ ഉള്ളു ഇവിടെ അല്ലേ? 10ൽ കുറവ് ഇവിടെ ആരുമില്ല. അപ്പോൾ അത് 0 ആവും നിങ്ങൾ കേട്ടോ. എങ്ങനെയാണ് 0 വന്നേ? 10 മുതൽ 20 വരെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിൽ കുറവുള്ള കുട്ടികൾ ആരും ഇതിനകത്തിലില്ല കേട്ടോ. അതുകൊണ്ട് 0. വാട്ട് ഈസ് ദ സ്കോർ ദാറ്റ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻസ് ഗോട്ട്? ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ലഭിച്ച സ്കോർ എത്ര? ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എത്ര ആവും നിങ്ങളെ? ഏറ്റവും കൂടുതൽ കുട്ടികളുടെ എണ്ണം 6 അല്ലേ? നോക്കി ഇവിടെ മൊത്തം നോക്കി, എല്ലാം കൂടെ 6ആണ് ഏറ്റവും വലുത് അല്ലേ? ആണോ? 6 അല്ലേ? അപ്പോൾ അവിടുത്തെ സ്കോർ എത്ര? 15. ചോദ്യം എന്താ നമ്മളോട് ചോദിച്ചാൽ? ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ലഭിച്ച സ്കോർ എന്താണെന്നാണ് ചോദിച്ചത്. സ്കോർ കേട്ടോ. അപ്പോൾ കുട്ടികളുടെ എണ്ണം 6 കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സ്കോർ 15ആണ്. അതാണ് ഞാൻ പറഞ്ഞ ചോദ്യം നല്ലപോലെ നോക്കിയിട്ട് വേണം എഴുതാൻ. മനസ്സിലായോ? അത്രയും. എന്തെങ്കിലും സംശയം ഉണ്ടാവും നിങ്ങളെ? ഈ ആൻസർ എഴുതാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടാലി മാർക്ക് എഴുതുന്നത് കേട്ടോ. മനസ്സിലായോ? ടാലി മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തോണേ നിങ്ങളെ, ഏറ്റവും ചെറിയ സംഖ്യ ഫസ്റ്റിൽ എഴുതുക, ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും, എന്നിട്ട് ഇങ്ങനെ എഴുതുക. എണ്ണങ്ങൾ എഴുതുക. 5 എണ്ണം ആകുമ്പോൾ 4 എണ്ണം വരച്ചിട്ട് ഇങ്ങനെ ഒരു വര കൊടുക്കുന്നതിനാണ് 5. എന്നിട്ട് ഇങ്ങനെ എഴുതുക. പിന്നെ നമ്മളോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എഴുതുക കേട്ടോ. അപ്പം 1ഉം 2ഉം പാർട്ട് നമ്മൾ സ്റ്റാറ്റിൻ്റെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. ഇനി കമൻറ്റ് പറഞ്ഞതിന് ശേഷം ഞാൻ പാർട്ട് 3 ഇടാം കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക്